അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. കേൾക്കുന്നില്ലേ? പറയുന്ന മനസ്സിലാകുന്നില്ല? ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഉത്തരം പലതായിരിക്കും. പലത് പറയും. ഏറ്റവും നല്ല കാറിനെ കുറിച്ച് പറയും, ഏറ്റവും നല്ല പ്ലോട്ടിനെ കുറിച്ച് പറയും, പലതിനെ കുറിച്ചും പറയും, ഏറ്റവും നല്ല വീടിനെ കുറിച്ച് പറയും. പക്ഷെ ഞാൻ പറയും, ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതെന്ന് ചോദിച്ചാൽ അത് തളർന്നു പോകുമ്പോ, തകർന്നു പോകുമ്പോ സാരമില്ലടാ ഞാനിന്റെ കൂടെ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ കിട്ടുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ കരുത്തും അതിനേക്കാൾ വലിയ ആത്മവിശ്വാസവും മറ്റൊന്നുണ്ടാവില്ല. ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലായിരിക്കും, ജീവിതം തകർന്നു പോയി എന്ന് തോന്നും. അപ്പോഴായിരിക്കും ഒരു വിളി വരുന്നത്, വാട്സപ്പിൽ ഒരു വോയിസ് വരുന്നത്, എന്താടാ ഇങ്ങനെ, സങ്കടപ്പെടാതിരിക്കും, നമ്മളൊക്കെ ഉണ്ടല്ലോ കൂടെ എന്ന് പറയും. ഒരുപക്ഷെ 10 രൂപ പോലും തരാൻ പറ്റുന്ന മനുഷ്യനായിരിക്കില്ല അയാള്. പക്ഷെ ആ വാക്കിന് നമ്മുടെ ജീവന്റെ വിലയുണ്ടാവും. നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് ആ വാക്ക് മാറും. പട്ലയിൽ 92-ലും 93-ലും 10 പഠിച്ചിറങ്ങിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാറുണ്ട്, ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് പോവാറുണ്ട്. പക്ഷെ ഇത് വേറിട്ടൊരു അനുഭവമാണ്, ഇത് വേറിട്ടൊരു അനുഭൂതിയാണ്. പ്രിയപ്പെട്ട അനീഫ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവൻ വാട്സപ്പിൽ അയച്ചു തന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. 93 കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പട്ല സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഒരു നന്മയുടെ ചെറിയൊരു ചരിത്രമായിരുന്നു അത്. അത് കണ്ടപ്പോ, അത് വായിച്ചപ്പോ, അതറിഞ്ഞപ്പോ, അത് അനുഭവിച്ചപ്പോ കണ്ണറിയാതെ നിറഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, നമ്മൾ ആഡംബരങ്ങളിൽ നിന്ന് ആഡംബരങ്ങളിലേക്ക് മാത്രം സഞ്ചരിക്കുമ്പോൾ, നമ്മൾ അധ്വാനിച്ചത് കൊണ്ട് നമ്മൾ സുഖിച്ച് ജീവിക്കുമ്പോൾ, നമ്മൾ ബേക്കലത്തെ കോട്ട ചുറ്റി കാറ്റുകൊള്ളാൻ പോകുമ്പോൾ, അതിനേക്കാൾ അപ്പുറമാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വേദനയും അവൻ്റെ സന്തോഷവും എന്ന് തിരിച്ചറിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല. പ്രിയപ്പെട്ട